ഹായ് ഹായ് പ്രൈസ് ദി ലോർഡ്. ഞാനൊരു വചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. റോമ 12:12. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരാകുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലായിണ്ടോ? ക്ലേശങ്ങളിൽ സഹനശീലരാകും. നമുക്ക് കിട്ടുന്ന ക്ലേശങ്ങൾ നമ്മളുടെ നല്ലതിനു വേണ്ടിയാണ്, നല്ല ഭാവിക്ക് വേണ്ടിയാണ്. അതിനെ നമ്മൾ ഉൾക്കൊള്ളണം, അതിനെ സ്വീകരിക്കണം. പ്രത്യാശയിൽ സന്തോഷിക്കുകയും ക്ലേശങ്ങളിൽ സഹനശീലരാകും. പ്രത്യാശയാണ് ജീവിതം, അല്ല? നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നാളെ എന്നുള്ളത് എൻ്റെ കൈകളിലുള്ള കാര്യമല്ല, അത് ദൈവത്തിൻ്റെ കൈകളിലുള്ള കാര്യം. പ്രത്യാശയിൽ സന്തോഷിക്കുക. പ്രത്യാശയാണ് സന്തോഷം നൽകുന്നത്. ക്ലേശങ്ങളിൽ സഹനശീലരാകും. എന്ത് ക്ലേശങ്ങൾ വന്നാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവത്തിൻ്റെ പുത്രനായിട്ടുള്ള യേശു ഇത്രയ്ക്കും ക്ലേശങ്ങളിൽ കൂടി കടന്നു. മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരാകുക. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. അതായത് കുറച്ച് സമയം നമുക്ക് കിട്ടിയാൽ, ഞാനൊക്കെ ചിലപ്പോൾ ടാക്സിയൊക്കെ എവിടെയെങ്കിലും, ഞാനൊരു ടാക്സി ഡ്രൈവറാണ്, എവിടെയെങ്കിലും കൊണ്ടുവന്നിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഇരിക്കാറുണ്ട്. അതായത് നമുക്ക് ഏത് കോണിലും നിന്നിട്ട് ദൈവത്തിനെ വിളിക്കാം, ഏത് വർക്കിലും നമുക്ക് ദൈവത്തെ വിളിക്കാം, ഏത് സാഹചര്യത്തിലും നമുക്ക് നല്ലത് വന്നാലും നല്ലതല്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ദൈവം അറിയാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ല? ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് വിഷയം, ഇതെൻ്റെ ഒരു ഭവനമാണ്, ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ അതിൽ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുക. എങ്കിൽ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റും. അല്ല, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാലിടറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു വചനം എന്നെ വളരെയധികം ആകർഷിച്ച ഒരു വചനമാണ്. ഇത് മാത്രമല്ല, ബൈബിളിലെ വചനങ്ങളെല്ലാം ജീവൻ നൽകുന്നതാണ്. മറ്റുള്ള മനുഷ്യർ പറഞ്ഞു നടക്കുന്ന വചനങ്ങളൊക്കെ നമ്മളെ തളർത്തുവാനുള്ളതാണ്. ബൈബിൾ നമ്മളെ വളർത്തുവാനുള്ളതാണ്. അപ്പോൾ അതിനാൽ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ അറിഞ്ഞ, ഞാൻ കണ്ട എൻ്റെ ദൈവത്തെക്കുറിച്ച്.